നമസ്കാരം. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിച്ചതിന് പിന്നാലെ പല വെല്ലുവിളികളും ഉണ്ടാകുന്നുണ്ട്. പലതരത്തിലുള്ള വെല്ലുവിളികൾ നടത്താറുമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വെല്ലുവിളികളുമായി രംഗത്തെത്തിയിട്ടുള്ള പോലീസുകാരടക്കമുള്ളവരുണ്ട്. അങ്ങനെ അത്തരത്തിലൊരു പോലീസുകാരനെതിരെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തിരിച്ചിട്ടിട്ടുണ്ട്. അതായത് കടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് വരുമ്പോൾ സമരം ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ വണ്ടി വരുമ്പോൾ ഒന്ന് തടഞ്ഞു നോക്കുക, മറുപടി തരാം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് വാഹനത്തിൽ ആ സംഘത്തിലുള്ള പോലീസുകാരനായിട്ടുള്ള കടയ്ക്കൽ സ്വദേശിയായിട്ടുള്ള ഗോപികൃഷ്ണൻ MS ഫേസ്ബുക്ക് പോസ്റ്റ്. കുമ്മിൾ ഷമീർ എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ അദ്ദേഹം കമൻ്റായിരുന്നു ഗോപികൃഷ്ണന്റെ ഈ തരത്തിലുള്ള വെല്ലുവിളി എന്ന് പറയപ്പെടുന്നത്. സംഭവം വിവാദമായതോടുകൂടി ഗോപികൃഷ്ണൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ കമൻ്റൊക്കെ ഡിലീറ്റ് ചെയ്യുകയും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നത്. പ്രതികരിച്ചിട്ട് പ്രതികരണവും ഡിലീറ്റ് ചെയ്ത് പ്രൊഫൈലും ലോക്ക് ചെയ്ത് വച്ചിരിക്കുന്നത് എന്താണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഗോപികൃഷ്ണനോട് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ട് പൗരപ്രമുഖർ നടത്തുന്ന കൂടിക്കാഴ്ച അല്ലെങ്കിൽ പൗരപ്രമുഖരോടൊപ്പം നടത്തുന്ന കൂടിക്കാഴ്ച സംബന്ധിച്ചിട്ടുള്ള പോസ്റ്റായിരുന്നു കുമ്മിൾ ഷമീർ അന്നിട്ടിരുന്നത്. ആരാണ് പൗരപ്രമുഖർ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് വിവരാവകാശത്തിലൂടെ ലഭിച്ച മറുപടി ഉൾപ്പെടെയായിരുന്നു ആ പോസ്റ്റ് കുമ്മിൾ ഷമീർ ഇട്ടിരുന്നത്. ഗോപികൃഷ്ണൻ്റെ കമൻറ്റിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം വളരെ വലിയ മറുപടികൾ പറയുമ്പോൾ അതിന് വളരെ മോശമായ ഭാഷയിൽ ഇയാൾ തിരിച്ച് മറുപടിയും കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് സംഘത്തിലെ അംഗമാണ് എങ്കിലും നവകേരള യാത്രയിൽ ഈ ഗോപികൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കുറിപ്പ് പറയുന്നത് ഇങ്ങനെയാണ്. അതെന്താ ഗോപികൃഷ്ണ പ്രതികരിച്ചിട്ട് പ്രതികരണവും ഡിലീറ്റ് ചെയ്ത് പ്രൊഫൈലും ലോക്ക് ചെയ്തിട്ട് താങ്കൾ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ്. ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കാൻ പ്രതികരിച്ച നിന്റെ ആ പ്രതികരണം തന്നെ അകാലത്തിൽ പൊലിഞ്ഞു. കടയ്ക്കൽ വരുമ്പോൾ സമരം ചെയ്താൽ നീ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത് എന്നുകൂടി പറയൂ ശ്രീ ഗോപികൃഷ്ണ. മുഖ്യ ഗുണ്ടയുടെ ഗുണ്ടാ സംഘത്തിൽ ഇനിയുമുണ്ടോ ഇത്തരം വീരശൂര പരാക്രമികൾ എന്ന് ചോദിക്കുകയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. മുഖ്യമന്ത്രിയോടൊപ്പം സഞ്ചരിക്കുന്നവർ, മുഖ്യമന്ത്രിക്ക് താങ്ങായി തണലായി നിൽക്കുന്നവർ, മുഖ്യമന്ത്രിയുടെ കാവലാളായി മാറുന്നവർ ഇറങ്ങി യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരെയും അണികളെയും അടിച്ചു പരത്തുന്ന കാഴ്ചകളൊക്കെ ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളിലൂടെ എല്ലാവരും കണ്ടതാണ്. ഗൺമാൻമാർ വരെ ഇറങ്ങിത്തല്ലുന്നൊരു കാഴ്ച നീതി നിഷേധമാണ് എന്ന് പറയേണ്ടി വരും, അതിൽ മാറ്റമില്ല. പോലീസുണ്ട് തടയുവാൻ, ഇല്ലെങ്കിൽ അവരുടെ ഗുണ്ടാചാരന്മാരുണ്ട്. DYFIയുടെയും CPMൻ്റെയും ഗുണ്ടകളുണ്ട്, SFIയുടെ ഗുണ്ടകളുണ്ട്. അവർ നോക്കിക്കോളും ഈ പറയുന്ന KSUക്കാരനെയും യൂത്ത് കോൺഗ്രസ്സുകാരനെയും. പൈലറ്റ് വാഹനത്തിൽ പോകുന്ന അല്ലെങ്കിൽ എസ്കോർട്ട് പോകുന്ന വാഹനത്തിലിരിക്കുന്ന ഗൺമാൻമാർ ചാടി ഇറങ്ങി തലങ്ങും വിലങ്ങും തല്ലുന്ന കാഴ്ച കേരളം കണ്ടു. ഇതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതിന് മറ്റാരും പറഞ്ഞു കേൾക്കേണ്ട കാര്യവുമില്ല. കാരണം ഈ കാഴ്ചയൊക്കെ ജനങ്ങൾ കാണുമ്പോൾ ജനത്തിന് മനസ്സിലാവുന്നുണ്ട്. അവിടെ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചാൽ അപ്പോൾ അത് അദ്ദേഹത്തിനെ കൊലപാതക കുറ്റം ചുമത്തി ഈ പറയുന്ന പ്രതിഷേധിക്കുന്നവരെ അകത്താക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു. അതേസമയം ഗവർണർക്കെതിരെ SFIക്കാർ കരിങ്കൊടി കാണിച്ചാൽ അത് ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധമെന്ന് പറയുന്നു. ഇങ്ങനെ ഇരട്ടത്താപ്പ് കാണിക്കുന്ന ഒരു ചങ്കുമില്ലാത്ത ഇരട്ടച്ചങ്കൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി എന്തിനാണ് ഇങ്ങനെ പേടിച്ച് ജനങ്ങളോട് ഇങ്ങനെ നിഴലുദ്ധം നടത്തുന്നത്? സ്വന്തം ജനങ്ങളെ ഭയപ്പെടുന്ന ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലാതെ മറ്റാരും ഉണ്ടാകില്ല. ഇത്രത്തോളം പോലീസിൻ്റെ അകമ്പടിയോടുകൂടി പോകുന്ന ഒരു മുഖ്യമന്ത്രി വേറെ ഒരിടത്തും ഉണ്ടാകില്ല. ജനങ്ങളെ കാണാൻ എന്ന് പുറപ്പെടുന്ന ഒരു വ്യക്തിത്വം. ഇങ്ങനെ ബസ്സിൽ സഞ്ചരിച്ചതുകൊണ്ട് എന്താണ് ഗുണമെന്ന് ജനത്തിന് പോലും അറിയില്ല. അതെന്തോ ആയിക്കൊള്ളട്ടെ. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, ഇനിയിപ്പോൾ 2-3 ദിവസം അല്ലെങ്കിൽ 24-ാം തീയതിയോടുകൂടി ഈ ചടങ്ങും അവസാനിക്കും. അതിനിടയ്ക്ക് കാണാനുള്ളവരെ എല്ലാം അവർ കണ്ടിരിക്കും. പൗരപ്രമുഖരെ കാണുന്നത് തന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഫണ്ട് ശേഖരണമാണ് എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. അതുകൂടി അതിനകത്ത് സൂചിപ്പിക്കേണ്ടതുണ്ട്. ഫണ്ട് ശേഖരണത്തിനായി ഇങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം എത്തുന്ന പൗരപ്രമുഖരുണ്ടല്ലോ, ആ പൗരപ്രമുഖരെന്ന് പറയപ്പെടുന്നത് ബൂർഷ മുതലാളിമാർ തന്നെയാണ്. ആ മുതലാളിമാർക്ക്
വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോടികൾ സംഭാവന ചെയ്യേണ്ടതുണ്ട് പാർട്ടിക്ക്. അതുകൊണ്ടാണ് അവരെ കാണുന്നത്, അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നത്. ഈ നവകേരള സദസ്സ് എന്ന് പറയപ്പെടുന്ന സദസ്സ് പോലും ഈ പൗരപ്രമുഖർക്ക് അവരുടെ ആവശ്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള കൂടിക്കാഴ്ചകളാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ അദ്ദേഹത്തിന് തന്നെ നാട്ടിലുള്ള പാണ്ഡ്യാല ഷാജി പറയുന്ന ചില വാചകങ്ങൾ ഒരു ഓൺലൈൻ മാധ്യമം പുറത്തുവിട്ടിരുന്നു. എല്ലാ അർത്ഥത്തിലും കേരളം പിടിച്ചടക്കി എന്നൊരു സന്ദേശം ഈ നവകേരള യാത്രയിലൂടെ ഈ പിണറായി വിജയൻ നൽകുന്നുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. കാരണം ജനങ്ങൾക്ക് നൽകുന്നത് എന്ത് എന്ന്, ഇതെന്താണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്ന് തന്നെയാണ് പാണ്ഡ്യാല ഷാജി ചോദിക്കുന്നത്. ജനാധിപത്യപരമായല്ല, സ്വേച്ഛാധിപത്യപര ഭരണമാണ് പിണറായിയുടെ അജണ്ട എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് കേരളം കണ്ട ഏറ്റവും വലിയ ആഭാസനും തെമ്മാടിയുമാണ് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്ന മനുഷ്യൻ എന്നുകൂടി പാണ്ഡ്യാല ഷാജി പറയുകയാണ്. അതായത് ഈ പഠന കാലഘട്ടത്തിലൊക്കെ 3 അധ്യാപികമാരെ ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ട ചരിത്രവും പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് അന്നത്തെ കുട്ടി വിദ്യാർത്ഥി നേതാവിനുണ്ടായിരുന്നു എന്നുകൂടി പാണ്ഡ്യാല ഷാജി പറയുന്നു. അന്ന് ഒരു ദിവസം മുഴുവൻ ക്ലാസ് മുറിക്കുള്ളിൽ ബന്ധിക്കപ്പെട്ട് ആ അധ്യാപകമാർക്ക് ഈ മൂത്രമൊഴിക്കാനായി കുപ്പി നൽകിയ ഒരു പൈശാചികമായിട്ടുള്ള മനസ്സിനുടമയായിരുന്നു ഈ പിണറായി വിജയൻ എന്ന് തന്നെയാണ് പാണ്ഡ്യാല ഷാജി തുറന്നു പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കൂടി ചിലപ്പോൾ നമുക്ക് ശ്രദ്ധേയമാണ്. മറ്റൊരു ഓൺലൈൻ മാധ്യമത്തിലാണ് അങ്ങനെ അദ്ദേഹം ഒരു വാക്കുകൾ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം ആ ഒരു വാക്കുകൾ അതിനകത്ത് സൂചിപ്പിച്ചത്. അതുകൊണ്ട് അതുകൂടി ഇതിനകത്ത് ചേർത്ത് പറയേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇതിൽ പരം മറ്റൊന്ന് പറയേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇങ്ങനെയുള്ളൊരു വ്യക്തിത്വം നാടിനെ കട്ടുമുടിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു. ദാ ഈ ഒരു യാത്രയിലൂടെ ജനത്തിനൊരു ഉപകാരവുമില്ലാതെ എങ്ങനെ ബസ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ബസ് ദാ തിരുവനന്തപുരത്തേക്ക് എത്തപ്പെടുമ്പോൾ എന്ത് നേട്ടമാണ് ഈ 35 ദിവസം കൊണ്ടുണ്ടാക്കിയെടുത്തത് എന്ന് പറയണം, എന്ന് പറഞ്ഞേ പറ്റൂ മിസ്റ്റർ പിണറായി വിജയൻ.